ഹായ് വെൽക്കം ബാക്ക് ടു യൂജിപ്പോൾ. ഇന്നല്ലേ നമുക്ക് നല്ല പരിചയമുള്ളതും എന്നാൽ ഇടയ്ക്കൊക്കെ ഒരു വില്ലനായിട്ട് നമ്മുടെ മാർക്ക് കൊണ്ടുപോകുന്ന ഒരു ഡിസ്കോഴ്സിലേക്ക് നോക്കാം. റൈറ്റപ്പിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഇതിനിടയ്ക്ക് റൈറ്റപ്പ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നറേഷൻ പോലെ ഉത്തരം എഴുതുന്നതാണ് ഇവിടുത്തെ മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ നറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് അറിയാലോ. നറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിനെ വിവരിച്ച് പറയുന്നതാണ് നറേഷൻ. ഒരു സീക്വൻഷ്യൽ ഓർഡറിലാക്കിയിട്ട് നമ്മൾ കഥയെ വിവരിച്ച് പറയുന്നതാണ് നറേഷൻ എന്ന് പറയുന്നത്. അതിലുള്ള കംപ്ലീറ്റ് ഫോക്കസ് എങ്ങോട്ടാ പോകുന്നത്? സ്റ്റോറിയിലുള്ള ഇവന്റ്സിലേക്കാണ് പോകുന്നത്. കഥയിൽ എന്താ നടന്നത് എന്നുള്ളത് വിവരിച്ച് പറയുന്നതാണ് നറേഷൻ എന്ന് പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് റൈറ്റപ്പിൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നതെന്ന് അറിയോ? കഥയിലുള്ള തീംസിലാണ്. അവിടെ നമ്മൾ കഥ മെൻഷൻ ചെയ്യുന്നേ ഇല്ല എന്നല്ല, പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ തീമിലേക്കാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ടൈറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നത് റൈറ്റപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നറേഷനിൽ നിങ്ങൾ ടൈറ്റിൽ കൊടുത്തില്ലെങ്കിലും റൈറ്റപ്പിന് ഒരു ടൈറ്റിൽ മുഖ്യമാണ് ബിഗിലെ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ആണ് രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിലല്ലേ നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് ഡിഫൈൻ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. 3 ദ ബോഡി എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഏതൊരു ഡിസ്കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇപ്പൊ നമ്മൾ ഡയറി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു സല്യൂട്ടേഷൻ കഴിഞ്ഞാൽ ദ ബോഡി എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടാവും. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. റൈറ്റപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മുടെ വ്യൂ പോയിന്റ്സ്, നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ ആർഗ്യുമെന്റ്സ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്. ഒരു പ്രശ്നത്തിന് ഒരു ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു തീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മുടെ ഫിയറിനെ ഓവർകം ചെയ്യണം എന്നുള്ളത് ആ ചാപ്റ്ററിൽ ഒരു തീമാണ്. അതിനെ കുറിച്ച് നമുക്കൊരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ അതിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ കാഴ്ചപ്പാടുകൾ പറയാം, നമ്മുടെ വ്യൂ പോയിന്റ്സ് പറയാം, നമ്മുടെ ജസ്റ്റിഫിക്കേഷൻസ് പറയാം. ജസ്റ്റിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ന്യായീകരണങ്ങൾ പറയാം, നമ്മുടെ ആർഗ്യുമെന്റ്സ് പറയാം, നമ്മുടെ വാദങ്ങൾ പറയാം. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനം കൂടെ ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഒരു 2-3 വരികളിലാക്കിയിട്ട് ഒന്ന് കൺക്ലൂഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിക്കും വെടുപ്പിന് നമ്മൾ റൈറ്റപ്പ് എഴുതി ഒരു മാർക്കും ആരും എവിടെയും കൊണ്ടുപോകാൻ വേണ്ടി പോണില്ല. സോ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ടോപ്പിക് ടെക്നോളജി മേക്കിംഗ് സൊസൈറ്റി അലൈവ്. ശ്രദ്ധിച്ചോ, ഇത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ഈ ഒരു സാധനം വരുന്നത് ഏത് യൂണിറ്റിൽ നിന്നായിരിക്കും? നമ്മുടെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലീപ്സ് ആൻഡ് ബൗണ്ട്സിൽ നിന്നായിരിക്കും വരിക. ആ ഒരു യൂണിറ്റിന്റെ പൊതുവായുള്ള ഒരു നേച്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ. ടെക്നോളജി സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്, അതിന്റെ ചാലഞ്ചുകളെ കുറിച്ചാണ്, അതിന്റെ ത്രെറ്റുകളെ കുറിച്ചാണ്, അതിന്റെ ഭീഷണിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടാക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ. അവസാനത്തെ കൺസെപ്ച്വൽ ഫ്രൂട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ടെക്നോളജി നമ്മുടെ എല്ലാത്തരം ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും കൂടെ നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇങ്ങനെ ടു ബി പബ്ലിഷ്ഡ് ഇൻ ടെക് വാച്ച്, ദ സ്കൂൾ മാഗസിൻ, ട്രാക്കിംഗ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ടെക്നോളജി ഫീൽഡ്. സോ ടെക് വാച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു പബ്ലിക്കേഷൻ ആണ്, ഒരു മാഗസിൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടി പോകുന്നത്. റൈറ്റപ്പിന്റെ പേര് ടെക്നോളജി മേക്കിംഗ് സൊസൈറ്റി അലൈവ്. അതായത് ടെക്നോളജിയുടെ നല്ല വശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്യാനൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, ഏത് ചാപ്റ്ററിൽ നിന്നാണെന്നുള്ളൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ടെക്നോളജി റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം അത് ലീപ്സ് ആൻഡ് ബൗൺസിൽ നിന്നാണ്. അത് ഏത് ചാപ്റ്ററിലേക്കും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് ഈ സൊസൈറ്റി ഡേറ്റുമായിട്ട് അല്ലെങ്കിൽ സൈബർ സ്പേസുമായിട്ട് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഫ്രൂട്ടായിട്ട് ലിങ്ക് ചെയ്യാം. അതിലുള്ള ഓരോ ഇൻസൈറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. സോ ഏറ്റവും ബെസ്റ്റ് അല്ലേ കൺസെപ്ച്വൽ ഫ്രൂട്ട് ആയിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. കാരണം സൊസൈറ്റി നമ്മുടെ ലോകത്തിനെ എങ്ങനെ അലൈവ് ആക്കുന്നു, എങ്ങനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ വായിച്ചുതരാം. ഇത് ടെക്നോളജി മേക്കിംഗ് സൊസൈറ്റി അലൈവ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇതെന്താ ടൈറ്റിലാണ്, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഇങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിക്കോ, ടെക്നോളജി ഹസ് മെയ്ഡ് സൊസൈറ്റി വെരി മച്ച് അലൈവ്. ദ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഐപോഡ്സ് ആൻഡ് ഐപാഡ്സ്, MP3 ആൻഡ് എ ഹോസ്റ്റ് ഓഫ് അതർ ഗാഡ്ജറ്റ്സ് ഹസ് ട്രാൻസ്ഫോം ദ വേൾഡ് ഇൻ ടു എ ടൈനി വില്ലേജ്. ഈ ഒരു ലോകത്തിനല്ലേ ഇത്രയും ഡിജിറ്റൽ ഡിവൈസുകൾ ഒരു കുഞ്ഞു വില്ലേജ് ആക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടൈറ്റിൽ കൊടുത്തു, ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റ്സ് പറയണം, നമ്മുടെ ആർഗ്യുമെന്റ്സും ജസ്റ്റിഫിക്കേഷൻ പറയണം. വാട്ട് ഹാപ്പൻസ് ഇൻ one part of the world is beamed instantly so that people everywhere in the world come to know about it when even it is happening.
ഈ ലോകത്ത് എവിടെ എന്ത് നടന്നാലും നമ്മൾ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ടെക്നോളജി ഹസ് യൂണിഫൈഡ് ദ വേൾഡ്. ഈ ലോകത്തിനെ ഒന്നാക്കിയിട്ട് ഒരു ടൈനി വില്ലേജ് ആക്കി മാറ്റാൻ നമ്മുടെ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ്, എവിടെയോ നടക്കുന്ന ഒരു ഫുട്ബോൾ മാച്ചോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചോ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കംഫർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതല്ലേ. അത് ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് ആണ്. ഓക്കെ, പ്രോഗ്രാംസ് ഓഫ് വൺ കൺട്രി ആർ എൻജോയ്ഡ് ബൈ അതേഴ്സ് ഓൾസോ. ദ വേൾഡ് ഹാസ് ബിക്കം എ റിച്ചർ പ്ലേസ് ബിക്കോസ് വി ഹാവ് സോ മച്ച് ടു ചൂസ് ഫ്രം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ ലെഷർ ടൈമിന്, നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്. at the click of a button, things are far away will be transported to your for your enjoyment. You can see your friends and relatives who are and chat with them when you like. Even if they are in another country, we feel they are next door and ready to meet us when we want them. എപ്പോഴാണോ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെ കാണാൻ തോന്നുന്നത്, അത് അവർ ലോകത്തിന്റെ ഏതൊരു മുക്കിലും കോണിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഇത് ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് ആണ്. ടെക്നോളജി നമ്മളെ അലൈവ് ആക്കുന്നത്, നമ്മൾ കുറച്ചുകൂടെ റിച്ചർ ആൻഡ് ലൈവ്ലിയർ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതെന്റെ വ്യൂ പോയിന്റ് ആണ്, ഇതെന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഇതാരും ചോദ്യം ചെയ്യാൻ വേണ്ടി പോകണില്ല. നമ്മൾ ആ ഒരു തീമിനെ കുറിച്ച് നമ്മളാണ് അവിടെ സംസാരിക്കുന്നത്. ഇതാണ് റൈറ്റപ്പിന്റെ പ്രത്യേകത നറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ ഫേസ്ബുക്കിനും വാട്സപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതില്ലേ, ചാപ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഏത് ചാപ്റ്റേഴ്സ് ലീപ്സ് ആൻഡ് ബൗൺസിൽ വരുന്ന ഏതൊരു ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്യാം. എല്ലാ ചാപ്റ്ററിലുള്ള ഇൻസൈറ്റുകളും ആണെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് നൗ ദേ ഹാവ് ദെയർ ഫേസ്ബുക്സ് ആൻഡ് വാട്സ്ആപ്പ് ടു കീപ് ദം ബിസി ഓൾ ദ ടൈം. എ സൊസൈറ്റി ദാറ്റ് ഈസ് അലൈവ് ആൻഡ് ഹെൽത്തി സൊസൈറ്റി. ടെക്നോളജി ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ത്രെറ്റിനെ കുറിച്ചും ചാലഞ്ചിനെ കുറിച്ചും അല്ല പറയുന്നത്, എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. താങ്ക്സ് ടു ടെക്നോളജി വി നൗ ലിവ് ലൈവ്ലിയർ ആൻഡ് ഫുള്ളർ ലൈഫ്. ജീവിതം ഒരുപാട് റിച്ചർ ആക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ടെക്നോളജി നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റൈറ്റപ്പിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ തീമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മുടെ വ്യൂ പോയിന്റുകൾ, നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ ആർഗ്യുമെന്റ്സ്. ഇത് നറേഷനിൽ ഉണ്ടാവില്ല. നറേഷനിൽ നമ്മൾ കഥ മാത്രമേ പറയുള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ, ഈ തീമായിട്ട് ബേസ് ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ പറയാം. അതൊക്കെ നമ്മളെ നല്ലൊരു ഇംപ്രസീവ് ആൻസറിലേക്ക് എത്തിക്കും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകട്ടെ. ഇതാണ് ഒരു റൈറ്റപ്പ് എഴുതാനുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. സോ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു അവസാന നിമിഷത്തിൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.